നെയ്മറുടെ അല്ല, നമ്മുടെ സുൽത്താൻ്റെ അധികമാർക്കും അറിയാത്ത കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഫുട്ബോളിൽ യൂറോപ്പിൻ്റെ സർവാധിപത്യം ഉടലെടുത്ത സമയത്ത് ബ്രസീലിൻ്റെ സുവർണ്ണ കാലഘട്ടം അവസാനിച്ചു എന്നു കരുതിയ കോടിക്കണക്കിന് വരുന്ന ബ്രസീലിയൻ ആരാധകർക്ക് മുന്നിൽ ഒരു ദൈവപുത്രനെ പോലെ അവതരിച്ച വ്യക്തിയാണ് നെയ്മർ. അതുകൊണ്ടാണ് അദ്ദേഹം ആരാധകരുടെ മനസ്സിൽ സുൽത്താനായും ജൂനിയർ പെലെയായും ഇന്ന് നിലനിൽക്കുന്നത്. 1992 ഫെബ്രുവരി 5 സാവോ പോളോ മോഗിതാസ് ക്രൂസയിൽ ആണ് ജനനം. മോഗിതാസ് ക്രൂസെ കാലത്ത് അറിയപ്പെട്ടിരുന്നത് സാവോ പോളോയുടെ കുപ്പത്തൊട്ടി എന്നാണ്. തൻ്റെ 4-ാം വയസ്സിൽ ഒരു കാർ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളാണ് നെയ്മറെന്ന് ആർക്കൊക്കെ അറിയാം. ചെറുപ്പത്തിലെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയും ഡ്രിബിളിങ്ങുമായി അവൻ നാടിനെ അതിശയിപ്പിച്ചു. പോർട്ടുഗീസ് കിവി എന്ന ലോക്കൽ ക്ലബ്ബ് കളിക്കാനെടുത്തതാണ് ആദ്യത്തെ വഴിത്തിരിവ്. അവിടുത്തെ പ്രകടനം സാൻഡോസ് ജൂനിയർ ടീമിൽ വിളിവന്നു. തൻ്റെ 14-ാം വയസ്സിൽ റയലിൽ ചേരാനായി സ്പെയിനിലേക്ക് പോയി. ബട്ട് സാൻഡോസ് നെയ്മറെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 2013 50 മില്യൺ യൂറോയ്ക്ക് FC ബാഴ്സലോണ നെയ്മറെ ടീമിലെടുത്തു. കാമുകിമാരുടെ കാര്യത്തിലും ആളൊരു സുൽത്താൻ തന്നെയായിരുന്നു. ഏകദേശം 20ഓളം കാമുകിമാർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിനെതിരെ പല പീഡന പരാതികളും ഉണ്ടായിട്ടുണ്ട്. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നിങ്ങളെൻ്റെ വ്യക്തിജീവിതമല്ല, ഫുട്ബോൾ കരിയർ നോക്കൂ എന്നാണ് ESPNൽ നെയ്മർ കൊടുത്ത മറുപടി. ഒരു പക്ഷേ പരിക്ക് ഇല്ലായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ റൊണാൾഡോ, മെസ്സി എന്നിവർക്ക് മുകളിലായിരിക്കും ആരാധകരുടെ സുൽത്താൻ്റെ സ്ഥാനം.